നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈൻ വിമാനത്തിന്റെ ഇൻഷുറൻസ് തുക ഏകദേശം 1000 മുതൽ 1200 കോടി രൂപ, അതായത് 120 മുതൽ 150 മില്യൺ ഡോളർ കവിയുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയും വിദേശ റീ ഇൻഷുറൻസ് കമ്പനികളും ചേർന്നാകും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലെയിമുകളിലൊന്നായി മാറാനിടയുള്ള ഈ തുക നൽകേണ്ടി വരിക. വിമാനത്തിൻ്റെ മാത്രം ഇൻഷുറൻസ് മൂല്യം ഹോൾ ഇൻഷുറൻസ് ഏകദേശം 75 മുതൽ 85 മില്യൺ ഡോളറാണ്, ഏകദേശം 625 മുതൽ 700 കോടി രൂപ. വിമാനം പൂർണ്ണമായും നശിച്ചതിനാൽ ഈ തുക മുഴുവനായും നൽകേണ്ടി വരും. ഇതിന് പുറമെയാണ് യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരവും. വിമാനം പൂർണ്ണമായും നശിച്ചതിനാൽ ഈ തുക മുഴുവനായും നൽകേണ്ടി വരും. ഇതിന് പുറമെയാണ് യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരവും. ജനവാസ മേഖലയിൽ തകർന്നു വീണതിലൂടെയുണ്ടായ മൂന്നാം കക്ഷി നഷ്ടങ്ങളും. ഇത്രയും വലിയ തുക ഇൻഷൂർ ചെയ്തിരിക്കുന്നതിനാൽ ഇതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കേണ്ടി വരിക വിദേശ റീ ഇൻഷുറൻസ് കമ്പനികളാകും. പ്രധാനമായും UK ആസ്ഥാനമായുള്ള കമ്പനികളാണ് എയർ ഇന്ത്യയുടെ റിസ്ക് റീ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്. വിമാനത്തിന്റെ മൂല്യത്തിന്റെ 10% വരെയായിരിക്കും ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളുടെ പരമാവധി ബാധ്യത. ടാറ്റ AIG ജനറൽ ഇൻഷുറൻസ് ആണ് പോളിസിക്കും നേതൃത്വം നൽകുന്നത്. GIC റീ, ന്യൂ ഇന്ത്യ അഷ്വറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയന്റ് ഇൻഷുറൻസ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മറ്റു ഇന്ത്യൻ പങ്കാളികൾ. മോൺട്രിയൽ ഉടമ്പടി പ്രകാരമായിരിക്കും യാത്രക്കാർക്കുള്ള അന്തിമ നഷ്ടപരിഹാരം നിശ്ചയിക്കുക. യാത്രക്കാരുടെ പൗരത്വം ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ ഇതിൽ നിർണായകമാകും. ഒരു യാത്രക്കാരന് 1 കോടി രൂപ നൽകിയാൽ പോലും 240 കോടി രൂപയിലധികം വരും. ഇത് എല്ലാ ബാധ്യതകളും ചേരുമ്പോൾ ക്ലെയിം 1200 കോടി രൂപ വരെ എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ. 2020 കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ 660 കോടി രൂപയായിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ നൽകിയത്. അതിനേക്കാൾ വലിയ തുകയായിരിക്കും അഹമ്മദാബാദ് ദുരന്തത്തിൽ നൽകേണ്ടി വരിക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.